എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. പുള്ളിക്കിങ്ങനെ ക്യാൻസറാ എന്നുള്ളത് അറിയുന്നത്. അപ്പം ഞാനിവിടെ വന്ന് ആദ്യമേ ഒന്നാമത്തെ നിയോഗം വെച്ചത് ഏതൊരു പെട്ടിവണ്ടി ഓടിക്കുക. അപ്പം ഏതൊരു പാതിരാത്രിക്ക് ഞങ്ങൾക്ക് തേങ്ങയുടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി 7 മണിക്കാണ് വരുന്നത്. ആ 7 മണിക്കും ഈ അണ്ണനെ വിളിച്ചുകൊണ്ടാണ് തേങ്ങ എടുക്കാൻ പോകുന്നത്. അത് രാത്രി 1 മണിക്കൊക്കെയാണ് തിരിച്ച് വരുന്നത്. അങ്ങനെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഓടി വരുന്ന ഒരു ആളാണ്. അപ്പോൾ അതുമല്ല, അവർക്ക് ഇല്ലാതിരുന്നിപ്പോൾ ഒരു കുഞ്ഞുണ്ടായതാണ്. വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ വല്ലാതെ ഇതായി. ഞാനപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത്, അമ്മ മാതാവേ, എന്നെ ഇറിഗേഷൻ്റെ ഇതിൽ നിന്ന് രക്ഷിച്ച ആളാണ്. ആ അണ്ണന് ആ ക്യാൻസർ എന്ന് 5 വർഷമായി തുടങ്ങിയിട്ടെന്നൊക്കെയാണ് പറയുന്നത്. കണ്ണിൻ്റെ അവിടെ ആയിട്ടാണ്, കണ്ണ് പോകും എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത്. പക്ഷേ ആ കണ്ണ് പോകരുത്, ആ ക്യാൻസർ എന്ന മാതിരി അതെവിടാണോ നിൽക്കുന്നത് അവിടുന്ന് വേറെ എങ്ങോട്ടും മാറരുതേ, അവിടെ തന്നെ അത് നിന്ന് അവിടുന്ന് പൂർണ്ണമായി അത് സൗഖ്യപ്പെടുത്തണേ എന്നാണ് ഞാൻ ആദ്യം എഴുതിയത്. അവിടുന്ന് ഞാൻ അതെഴുതി ഞാൻ അന്ന് തന്നെ അണ്ണൻ്റെ അടുത്ത് പോയി ആ തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഈ സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതോട്ട് ഇങ്ങനെ സ്പ്രെഡായോ എന്നുള്ളത്, സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കീമോ ചെയ്യണം, 30 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അണ്ണന് അത് ചെയ്യാനുള്ള ശേഷിയില്ല, ആരോഗ്യമില്ല എന്ന്. പക്ഷേ അവിടെയും അമ്മ അണ്ണനെ രക്ഷിക്കുകയായിരുന്നു. ഡോക്ടറിനും അത്ഭുതമായി. 20 ചെയ്തപ്പോഴേ നല്ല 30 ചെയ്യാനുള്ള ആരോഗ്യവും അമ്മ മാതാവ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇത് സ്പ്രെഡായതിൻ്റെയൊക്കെ ചെക്കപ്പ് ചെയ്തൊക്കെ ഇതുണ്ടായിരുന്നു, സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയം, അത് സ്പ്രെഡായി കാണുമോ, സ്കാൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും. എനിക്ക് എൻ്റെ കാശ് രൂപം കൊടുത്തു വിടണമെന്ന് എൻ്റെ മനസ്സ് പറയുക. പക്ഷേ അച്ഛൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാശ് രൂപം നിങ്ങൾ ആർക്കും അങ്ങനെ കൈമാറില്ലെന്ന്. അന്ന് രാത്രി ഞാൻ അമ്മ മാതാവിനോട് ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, നാളെ ആ അണ്ണൻ ആ സ്കാനിങ്ങിന് പോവാം, അതിന് എനിക്ക് ഈ കാശ് രൂപം കൊടുത്തു വിടണമെന്നുണ്ട്. കാരണം ഈ കാശ് രൂപം കയ്യിലുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാണ് അതങ്ങ് സ്പ്രെഡാകത്തില്ലെന്ന്. അതിന് മുന്നേ തന്നെ ഞാനിവിടെ വന്ന് അച്ഛനെ കൊണ്ട് കയ്യൊപ്പ് ശുശ്രൂഷ വെപ്പിച്ചായിരുന്നു. അണ്ണൻ ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കിത് കാശ് രൂപം ഞാൻ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ എനിക്കൊരടയാളം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഇവർ 10 മണിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 9 ആയിട്ടും ഒരു ഇതും എനിക്ക് കിട്ടുന്നില്ല. അമ്മ മാതാവ് ഒരടയാളവും എനിക്ക് തന്നില്ല. ഞാൻ ഒരു 9:15 ഞാൻ അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചു ചോദിച്ചു, അമ്മ മാതാവേ, അപ്പോൾ കൊടുത്ത് വിടണ്ടായില്ലേ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തന്നേനെ വല്ലോ എന്ന് പറഞ്ഞതുമല്ല. നല്ല മുല്ലപ്പൂവിൻ്റെ മണമെന്ന് വെച്ചാൽ നല്ല മണം, ആ മുറിയിൽ നിൽക്കാൻ വയ്യാത്ത മണം.